ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതാര്, ജയിച്ചതാര്? 2023 ഒക്ടോബർ 7 പുലർച്ചെയിലാണ് ലോകത്തെ ഞെട്ടിച്ച് ഹമാസിന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് പതിച്ചത്. ഒരു സംഗീത വിരുന്നിലേക്ക് വന്നു വീണ മിസൈലുകൾ ഇല്ലാതാക്കിയത് 1200 ഇസ്രായേലികളെയാണ്. നിരവധി പേർക്ക് പരിക്കേൽപ്പിച്ചു. 250 ഇസ്രായേലികളെ ഹമാസ് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇസ്രായേലിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയും ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ ആക്രമണ തന്ത്രവും ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഈ ആക്രമണത്തിന് ശേഷം മണിക്കൂറുകൾക്കകം ഇസ്രായേൽ ഗാസയിൽ തുടങ്ങിയ യുദ്ധമാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി ലോകം നടുക്കത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7 യുദ്ധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ 2 ടീമുകളുണ്ടായി. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി, ഇറാൻ എന്നിവരടങ്ങുന്ന ഒരു ടീം. ഇസ്രായേൽ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, നിഷ്പക്ഷ രാജ്യങ്ങൾ എന്നിങ്ങനെ മറ്റൊരു ടീം. പിന്നീട് നടന്നതെല്ലാം സമീപകാല ചരിത്രമാണ്. ഹമാസ് നേതാവായ ഇസ്മയിൽ ഹനിയെ തെഹ്റാനിൽ ചെന്ന് മൊസാദ് കൊലപ്പെടുത്തി. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയെ ബെയ്റൂട്ടിലും കൊലപ്പെടുത്തി. ഒക്ടോബർ 7 ആക്രമണം പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ യഹിയ സിൻവാറിനെ ഗാസയിൽ വെച്ച് വെടിവെച്ചു കൊന്നു. കൂടാതെ ഹിസ്ബുള്ളയെയും ഹമാസിനെയും കഴിയാവുന്നത്ര നശിപ്പിച്ചു. ഒരു സമയത്ത് ഇറാനും ഇസ്രായേലും നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഒരു യുദ്ധമാകുമ്പോൾ അത് സ്വാഭാവികമാണ്. ആക്രമിച്ചവരെ തിരിച്ചടിക്കുക എന്നത് ധർമ്മമാണ് എന്നാണല്ലോ വെപ്പ്. പക്ഷേ ഇസ്രായേൽ അവിടെ നിർത്തിയോ? ഇല്ല. റിപ്പോർട്ടുകൾ പ്രകാരം 67,000-ഓളം സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടു. യഥാർത്ഥ കണക്ക് ഇതിൽ നിന്നൊക്കെ എത്രയോ വലുതാവാം. ഗാസ ഏറെക്കുറെ ഇല്ലാതായി കഴിഞ്ഞു. ഒടുവിലിപ്പോൾ സമാധാനത്തിലേക്ക് ഗാസ കടക്കുന്നുവെന്നും ആക്രമണം എന്നേക്കുമായി അവസാനിക്കുന്നുവെന്നും പ്രതീതികൾ സൃഷ്ടിക്കപ്പെടുന്നു. അതൊക്കെ എവിടെ എത്തുമെന്ന് നമുക്ക് കാണാം. പക്ഷേ പ്രധാന ചോദ്യം ഇതാണ്: ഈ യുദ്ധം തുടങ്ങിയത് 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചത് യഹിയ സിൻവാറാണോ? അല്ല എന്നാണ് ഉത്തരം. വാസ്തവത്തിൽ ഇസ്രായേലും പലസ്തീനും തമ്മിലെ സംഘർഷത്തിന് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ചരിത്രമുണ്ട്. 1914 ആരംഭിച്ച 1-ാം ലോക മഹായുദ്ധത്തിൽ തോൽവിയിലേക്ക് പോവുകയായിരുന്ന ബ്രിട്ടൻ തങ്ങളുടെ പക്ഷത്തേക്ക് ജൂത സമൂഹത്തെ ചേർത്ത് നിർത്താൻ കണ്ടെത്തിയ കുറുക്കു വഴിയാണ് ഇന്നും യുദ്ധമുഖരിതമായ ഒരു പശ്ചിമേഷ്യയെ സൃഷ്ടിച്ചത്. അമേരിക്കയുടെ പിന്തുണയോടെ നടപ്പാക്കിയ ആ കുറുക്കു വഴിയാണ് ഇന്നും പലസ്തീൻ ജനതയെ വേട്ടയാടുന്നത്. 108 വർഷങ്ങൾക്ക് മുമ്പ് 1917 ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ട ബാൽഫോർ പ്രഖ്യാപനം നടന്നത്. ബ്രിട്ടന്റെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫോർ ബ്രിട്ടീഷ് ജൂത സമൂഹത്തിലെ പൗരപ്രമുഖനായ ലിയോണർ വാൾട്ടർ റോസ്ചൈൽഡിന് വെറും 67 വാക്കുകൾ മാത്രമുള്ള ഒരു കത്തെഴുതുന്നു. ലോക ഭൂപടത്തിന്റെ ഒരു പ്രധാന മേഖലയെ മുഴുവൻ ചോരയിൽ മുക്കാൻ അത്രയും വാക്കുകൾ മതിയായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിച്ചു. ജൂതർക്ക് മാത്രമായി പലസ്തീനിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു രാജ്യം സൃഷ്ടിക്കാം, പകരം യുദ്ധത്തിൽ ജൂത സമൂഹം ബ്രിട്ടന് പിന്തുണ നൽകണം. ഇതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ 90% അറബ് വംശജർ താമസിക്കുന്ന ഇടത്തെ ജൂതർക്ക് പതിച്ചു നൽകാമെന്ന് വാഗ്ദാനം. ബാൽഫോറിന്റെ അഭ്യർത്ഥന വാൾട്ടർ റോസ്ചൈൽഡും ജൂത സമൂഹവും അംഗീകരിച്ചു. ഈ സംഭവമാണ് ബാൽഫോർ പ്രഖ്യാപനമായി അറിയപ്പെടുന്നത്. അമേരിക്കയുടെ പിന്തുണയും ഇക്കൂട്ടർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 1923 മുതൽ ബ്രിട്ടന്റെ സഹായത്തോടെ ജൂതർ പലസ്തീനിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു. പുറമേ നിന്നുള്ള ആളുകൾ ധാരാളമായി തങ്ങളുടെ ഇടത്തേക്ക് എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പന്തികേട് മണത്ത് അറബ് വിഭാഗം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു. 1936 അറബ് നാഷണൽ കമ്മിറ്റി പലസ്തീൻകാരോട് അനധികൃത കുടിയേറ്റത്തിനെതിരെ സമരം ചെയ്യാൻ ആവശ്യപ്പെട്ടു. നികുതി നൽകാതെയും ജൂത ഉത്പന്നങ്ങൾ ബഹിഷ്കരിച്ചുമായിരുന്നു സമരം. കനത്ത നടപടികളിലൂടെയാണ് 6 മാസം നീണ്ട സമരത്തെ ബ്രിട്ടൻ നേരിട്ടത്. കുടിയേറ്റത്തെ എതിർത്തവരെ ജയിലിലടച്ചും സമരക്കാരുടെ വീടുകൾ തകർത്തുമാണ് ജൂതർക്കായി ബ്രിട്ടൻ പ്രതിരോധം തീർത്തത്. 1937 നാടും വീടും നഷ്ടപ്പെടാതിരിക്കാൻ സർവശക്തരായ ബ്രിട്ടനെതിരെ പലസ്തീൻകാർ പ്രതിഷേധ പ്രകടനങ്ങളും സമരവും ശക്തമാക്കി. 1939 ബ്രിട്ടൻ 30,000 സൈനികരെ പലസ്തീനിൽ നിയോഗിച്ചു. ഗ്രാമങ്ങളിൽ ബോംബിട്ടു, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു, വീടുകൾ തകർത്തു, അനധികൃതമായി ആളുകളെ തടവിലിട്ടു, നിരവധി പേരെ കൊന്നു. ഇതേസമയം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ജൂതർക്കിടയിൽ ഒരു സൈന്യത്തെയും അവർ രൂപപ്പെടുത്തി. സ്പെഷ്യൽ നൈറ്റ് സ്ക്വാഡ് എന്ന് പേരുമിട്ടു. 1936 മുതൽ 39 വരെയുള്ള 3 വർഷത്തിൽ ജൂതരുടെയും ബ്രിട്ടന്റെയും ആക്രമണത്തിൽ 5000 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 20,000-ഓളം പേർക്ക് പരിക്കേറ്റു. 5600 പേർ ജയിലിലായി. ഇതിനെല്ലാം ഇടയിലും ജൂതരുടെ കുടിയേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു.
വർഷങ്ങൾക്ക് ശേഷം 1947 പലസ്തീൻ ജനസംഖ്യയുടെ 33% കുടിയേറ്റക്കാരായി എത്തിയ ജൂതരായി. തുടർന്ന് UN-ന്റെ ഇടപെടൽ വന്നു. 55% ഭൂമി ജൂതർക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു UN സന്ധി തയ്യാറാക്കിയത്. ഫലപുഷ്ടിയുള്ള മണ്ണടക്കം ജൂതരുടെ ഭാഗത്തേക്ക് മാറ്റപ്പെട്ട പ്ലാൻ പലസ്തീൻ അംഗീകരിച്ചില്ല. വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ തീരുമാനിച്ച UN പലസ്തീനിന്റെ 55% ജൂതർക്കും 42% പലസ്തീനികൾക്കുമെന്ന് പ്രഖ്യാപിച്ചു. ജെറുസലേം ഉൾപ്പെടുന്ന 3% അന്താരാഷ്ട്ര നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്നും ധാരണയായി. എന്നാൽ ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഇന്ന് വരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജൂത സൈന്യം അക്കാലം മുതലേ പലസ്തീൻകാരുടെ 42% പ്രദേശം കൂടി കൈയടക്കാൻ ശ്രമം തുടരുകയാണ്. 1948 ജെറുസലേമിൽ 100-ലധികം പലസ്തീൻകാരാണ് ജൂതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ സംഭവം പിന്നീട് 500-ലധികം ഗ്രാമങ്ങളും പട്ടണങ്ങളും തകർക്കപ്പെട്ട ദുരന്തത്തിലേക്ക് വഴിവെച്ചു. 1948 നഖ്ബ എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ആ നഖ്ബയിൽ 15,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടതിന് പുറമെ പലസ്തീനിന്റെ 78% പലസ്തീൻ ജനതയ്ക്ക് നഷ്ടമായി. ബാക്കിയുള്ള 22% പലസ്തീന് ലഭിച്ചത്. അതാണ് ഇന്ന് കൈയടക്കപ്പെട്ടിരിക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസ മുനമ്പും. ഇസ്രായേൽ അധിനിവേശത്തിൽ 7.5 ലക്ഷം പലസ്തീൻകാർക്ക് അന്ന് നാടും വീടും നഷ്ടമായി. 1948 മെയ് 15 ഇസ്രായേൽ എന്ന ജൂതരാജ്യം നിലവിൽ വന്നു. ഇസ്രായേൽ രൂപീകരണത്തോടെ 1.5 ലക്ഷം പലസ്തീൻകാരാണ് ജൂതരാഷ്ട്രത്തിൽ പെട്ടുപോയത്. നീണ്ട 20 വർഷം സൈനിക വലയത്തിൽ ജീവിച്ച ശേഷമാണ് ഇവർക്ക് ഇസ്രായേൽ പൗരത്വം കൊടുക്കുന്നത്. 1950 ഗാസ സ്ട്രിപ്പ് ഈജിപ്തും വെസ്റ്റ് ബാങ്ക് ജോർദാനും ഏറ്റെടുത്തു. പിന്നീട് 1967 ജൂണിൽ 6 ദിവസം നീണ്ട യുദ്ധത്തിൽ അറബ് സൈന്യത്തെ പരാജയപ്പെടുത്തി ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും സിറിയൻ ഗോലൻ കുന്നുകളുമൊക്കെ ഇസ്രായേൽ കൈയടക്കി. പിന്നാലെ 1967 ഡിസംബറിൽ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനായി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് രൂപീകൃതമായി. പിന്നീടുള്ള ഒരു പതിറ്റാണ്ട് വിമാനം റാഞ്ചലും സംഘർഷങ്ങളും ആക്രമണങ്ങളുമൊക്കെയായി നീണ്ടു. സ്വതന്ത്ര പലസ്തീനു വേണ്ടി രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും യാസർ അറാഫത്തും പോരാട്ടം തുടർന്നു. അതേസമയം ഗാസ സ്ട്രിപ്പിലും വെസ്റ്റ് ബാങ്കിലും ജൂതർ നിലയുറപ്പിച്ചു. എല്ലാ ആനുകൂല്യങ്ങളും സഹായങ്ങളും ജൂതർക്ക് ലഭിക്കുമ്പോൾ പലസ്തീനികൾക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേ നീങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കൈയടക്കപ്പെട്ട വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി 7.5 ലക്ഷത്തോളം ജൂതരാണ് അക്കാലത്ത് കുടിയേറിയത്. 1987 ഡിസംബറിൽ പലസ്തീൻ തൊഴിലാളികളുമായി പോവുകയായിരുന്ന വാനിൽ ഒരു ഇസ്രായേലി ട്രക്ക് ഇടിച്ചു കയറി 4 പേർ കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ പലസ്തീൻകാർ പ്രക്ഷോഭം ആരംഭിച്ചു. ഇസ്രായേലി സൈന്യത്തിന് നേരെ യുവാക്കൾ കല്ലെറിയാനും പ്രതിഷേധിക്കാനും തുടങ്ങി. ഈ പ്രതിഷേധമാണ് ഹമാസ് എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. അന്നത്തെ പ്രതിഷേധത്തെ രൂക്ഷമായ രീതിയിലാണ് ഇസ്രായേൽ നേരിട്ടത്. സമരക്കാരുടെ എല്ലൊടിച്ചു പൊട്ടിക്കുക എന്നതായിരുന്നു നയം. 1988 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ പലസ്തീൻ ജനതയുടെ പ്രതിനിധിയായി അറബ് സമൂഹം അംഗീകരിച്ചു. 87 ആരംഭിച്ച പ്രക്ഷോഭം കൂടുതൽ ശക്തിയായി തുടർന്നു. ഇൻതിഫാദ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രക്ഷോഭത്തിൽ കുട്ടികളടക്കം 1070 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. 1993 ഇസ്രായേലും പലസ്തീനും പരസ്പരം അംഗീകരിക്കുന്ന ഓസ്ലോ കരാർ പ്രാബല്യത്തിൽ വന്നു. 1978 ക്യാമ്പ് ഡേവിഡ് കരാറിന്റെ തുടർച്ചയായിരുന്നു ഇത്. ഇതോടെ സംഘർഷത്തിന് താത്കാലിക വിരാമമായി. 1994 പലസ്തീനിൽ ഭാഗിക അധികാരത്തോടെ പലസ്തീൻ അതോറിറ്റിയും സ്ഥാപിച്ചു. പിന്നാലെ കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കി വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ചേർത്ത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിർമ്മിക്കാൻ തയ്യാറെടുത്തെങ്കിലും നടന്നില്ല. അന്ന് പലസ്തീൻ അതോറിറ്റി ഇസ്രായേൽ അനുകൂല സംവിധാനമാണെന്ന് വലിയ വിമർശനങ്ങൾ പലസ്തീനിൽ നിന്ന് ഉയർന്നു. 1995 ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേൽ ഇലക്ട്രോണിക് വേലി കെട്ടി 3 തിരിച്ചു. പലസ്തീന്റെ പക്കലുള്ള 18%, ഇസ്രായേലിന്റെയും പലസ്തീന്റെയും സംയുക്ത നിയന്ത്രണത്തിലുള്ള 22%, പിന്നെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലെ 60% എന്നിങ്ങനെ 3 കഷ്ണങ്ങളാക്കി. പിന്നീട് 2000 ജെറുസലേമിലെ അൽ അക്സ പള്ളിയിലേക്ക് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ഏരിയൽ ഷാരോൺ 100 കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി എത്തിയത് 2ാം ഇൻതിഫാദയിലേക്ക് നയിച്ചു. 2 ദിവസം നീണ്ട പോരാട്ടത്തിൽ 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 200 പേർക്ക് പരിക്കുമേറ്റു. അക്കാലത്ത് പലസ്തീനിയൻ സമ്പദ് വ്യവസ്ഥയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ കോട്ടങ്ങളാണ് സംഭവിച്ചത്. തുടർന്ന് പലസ്തീൻ അതോറിറ്റിയുടെ പക്കലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇസ്രായേൽ വീണ്ടും പിടിച്ചെടുത്തു. പലസ്തീൻ വീണ്ടും ചുരുങ്ങി. 2004 PLO നേതാവായ യാസർ അറാഫത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു.
തുടർന്ന് രണ്ടാം ഇൻതിഫാദയും അവസാനിച്ചു. ഗാസ സ്ട്രിപ്പിലെ ഇസ്രായേലി കുടിയേറ്റങ്ങൾ പിൻവാങ്ങി. തൊട്ടടുത്ത വർഷം ആദ്യമായി പലസ്തീനിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഹമാസ് വിജയിച്ചു. പിന്നാലെ ഹമാസും പലസ്തീൻ അതോറിറ്റിയുടെ ഭാഗമായ ഫത്തായും തമ്മിൽ സംഘർഷമുണ്ടാവുകയും അത് ആഭ്യന്തര കലാപമായി മാറുകയും ചെയ്തു. നൂറുകണക്കിന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. പിന്നീട് ഗാസ സ്ട്രിപ്പിന്റെ നിയന്ത്രണം ഹമാസും വെസ്റ്റ് ബാങ്കിൻ്റേത് ഫത്തായും ഏറ്റെടുക്കുകയും ചെയ്തു. 2007 ഹമാസിന് മേൽ ഭീകരവാദം ആരോപിച്ച് ഗാസ സ്ട്രിപ്പിലേക്ക് ഇസ്രായേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അതോടെ 2.5 ലക്ഷത്തോളം ആളുകൾ ഇസ്രായേൽ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലായി. പിന്നീട് 2008, 2012, 2014, 2021 എന്നീ വർഷങ്ങളിൽ ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഈ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഗാസയിൽ മരിച്ചു വീണത്. 2007 മുതൽ ഇസ്രായേൽ പട്ടാളത്തിന്റെ തടവറയിലാണ് ഗാസ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഗാസ ശാന്തമായിരുന്നു. പക്ഷേ ഉള്ളിൽ കത്തിയത് അശാന്തിയുടെ തീനാളങ്ങളാണ്. അത് പ്രതികാരമായി ജ്വലിച്ചുയർന്നതാണ് 2023 ഒക്ടോബർ 7 കണ്ടത്. ഈ കഴിഞ്ഞുപോയ പതിറ്റാണ്ടുകളിൽ സമാധാന ശ്രമങ്ങൾ നിരവധി ഉണ്ടായി. ചുരുക്കം മാസങ്ങളോ ദിവസങ്ങളോ മാത്രമേ അതൊക്കെ നീണ്ടു നിന്നിട്ടുമുള്ളൂ. ഇപ്പോൾ അമേരിക്ക തയ്യാറാക്കിയ സമാധാന കരാറിലും പലസ്തീൻ ജനതയുടെ അഭിപ്രായം എന്താണെന്ന് ആരും തിരക്കിയിട്ടില്ല. എന്നിരുന്നാലും അവിടെ സമാധാനം വിദൂരമല്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കുറിച്ചിടേണ്ട ചരിത്രപരമായ ഒരു തെറ്റുതിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. പലസ്തീനിൽ കുടിയേറ്റക്കാരായി ജൂതരെ കയറ്റിവിട്ട ബ്രിട്ടൻ 1 നൂറ്റാണ്ടിന് ശേഷം പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു. ബാൽഫോറിന്റെ തെറ്റ് കെയർ സ്റ്റാമർ തിരുത്തിയിരിക്കുന്നു.